ഞാനേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണണ്ട ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഞാനിപ്പോൾ ഇവിടുന്ന് വിളിച്ച അവനെൻ്റെ സൗണ്ട് മനസ്സിലാവും. ചെറിയൊരു നമ്പർ അടിച്ചു നോക്കാം അല്ലേ? ആരാന്ന് കാണട്ടെ. ആരാന്ന് മനസ്സിലായില്ലോ. വെയിറ്റ് ചെയ്യും, കാണിച്ചു തരാം. സൗണ്ട് മാറി. എടാ രഘുവേ, മോനെ, മോനെ, രഘു മോനെ. പോയില്ലേ? വന്ന് കയറി. അതെയാ, ഞാൻ പറയാതെ ഇങ്ങനെ പറയാതൊന്നും വന്നൂടെ. ഞാൻ കൊറേ നാളായില്ലേ പറയുന്നത്. പക്ഷെ ഞാനിത് നോക്കി ഞാൻ പറഞ്ഞില്ല എപ്പോ സാറില്ല രഘു, സാറില്ല. നമ്മളൊക്കെ എന്താ വീടെന്താ, ഇത് വീടല്ലേ? പിന്നെ എന്താ പറയാ വിശേഷം? വിശേഷം അപ്പോഴും വീഡിയോയിലിടുമ്പോ പറയലുണ്ട്. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ എല്ലാം 2 അസുഖങ്ങളും കൂടെ വന്നിട്ട് എനിക്ക് നിലവിൽ ചെയ്യുന്ന ജോലി ഞാൻ നിർത്തി വെച്ചിട്ടായിരുന്നു. വാർപ്പിന്റെ തലക്കും ബാധിക്കും, നടുവിനും ബാധിക്കും. അപ്പൊ എനിക്ക് നിലവില് പണിയൊന്നും എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ നിൽക്കുന്നു. മഴയല്ലേ? എന്താണ് പിന്നെ അമ്മ പണിക്ക് പോയിട്ടില്ല. ഞാൻ പിന്നെ ചായ അവിടെ ഉള്ളിൽ വെച്ചിട്ടില്ല. അപ്പൊ നമ്മളറിയുന്നുണ്ട്. അത് സാധനം നമ്മളെ അതിഥിയൊന്നുമല്ല, നമ്മൾ സുഹൃത്തുക്കളല്ല. ഞാൻ അച്ഛനൊന്ന് പരിചയപ്പെട്ടെ. ഏതോ അച്ഛനോട് സംസാരിച്ചിട്ട് അച്ഛൻ കൊണ്ടാ എങ്ങനെയാണ് അപ്പോൾ രഘുവിൻ്റെ അച്ഛൻ പറയുന്നത് ഈ സുഖിന പുള്ളിക്ക് ഒരു സ്റ്റോക്കെല്ലാം വന്നിട്ടാകെ പ്രശ്നമായിട്ട് 9 വർഷം കഴിഞ്ഞു. 9 വർഷം. ഞാൻ എനിക്കിവരെ കാണിക്കാനും ഞാൻ തട്ടിപ്പ് നടത്തുന്നത്. അതുകൊണ്ടാണ് അധികം ഇവരെ കൊണ്ടുവരാത്തത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇഷ്ടമല്ല പോലെ. പിന്നെ ഞാൻ പറയും ഞാൻ ജീവിക്കാൻ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെയുള്ളൊരു കാര്യം എടുക്കാം. അതെ, എനിക്കറിയായിരുന്നു. പക്ഷെ ഇപ്പൊ 9 വർഷമായിരിക്കും. 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിഞ്ഞു. അതെ അല്ലേ? അപ്പം രഘുവിൻ്റെ വരുമാനം കൊണ്ടായിരുന്നു ജീവിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ രഘുവിനും പണിക്ക് പോകാൻ പറ്റാത്തത്. കാര്യം അസുഖം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും, പ്രഷർ അറിഞ്ഞിട്ടുണ്ടാവും. രഘുവിനും പ്രശ്നമാണ്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് രഘു എൻ്റെ അനിയനെ പോലെ അങ്ങനെ എവിടെ കണ്ടാലും രഘുവിനൊന്നും വിഷ് ചെയ്യാതെ പോകില്ല. പക്ഷേ ഇങ്ങനെ പണി പറ്റിക്കും ഞാനറിയാം. അത് പറയാതെ തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് വന്ന രഘുവിനൊരു രസം ഉണ്ടാകും. ഇത് നമ്മളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്നല്ലോ. നമുക്ക് അതല്ലേ ഇഷ്ടം. പിന്നെ രഘു നമ്മളൊക്കെ സാധാരണക്കാരുടെ കൂടെ സാധാരണക്കാരല്ലേ? നമുക്ക് അതെല്ലാം ഇഷ്ടം. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ബൈക്കപ്പെല്ലാം അടിച്ച് അങ്ങനെ അത് നമുക്ക് രസമില്ല. നമ്മളായിട്ടല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ വന്നത്. പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു സ്വാഭാവികമായിട്ടൊരു ചലനമാണ് നമുക്ക്. പിന്നെ ചികിത്സയെ പറയുകയാണെങ്കിൽ ഇപ്പം സാധാരണ പറയുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിയും ആയുർവേദ ചികിത്സയാണ് ഭയങ്കര ഇത് ഫലം ചെയ്തത്. അപ്പൊ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അവിടെ നിന്നത്. അത് ഭയങ്കര നമ്മൾ ആയുർവേദം ചെയ്തു, ഫിസിയോതെറാപ്പി ചെയ്തു. രണ്ടും ഫലം ചെയ്തു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയപടി ആയാൽ നിന്നുപോയി. അതുകൊണ്ടാണ് നമുക്ക് പോയി വരെ ഒരു ചെലവാണ്. അതുകൊണ്ടാണ് നിർത്തി വെച്ചത്. മാസം വീഡിയോ പോയി മേടിക്കാം ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ കൊണ്ടു കൊടുത്തു. അപ്പം അതാണിപ്പം
ഇതും കിട്ടാനും പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നത് ജോലിയും വളരെ ചെയ്യാൻ പറ്റും. സ്വന്തം കാര്യം ചെയ്യാൻ മാത്രമേ കായി. പിന്നെ അവിടെ വിറകില്ലേ, അപ്പൊ അതെല്ലാം കാണിച്ചു കൊടുക്കാം. നമ്മള് കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ മഴക്കാലത്ത് പൈസ കൊടുത്തിറക്കിയാണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ മാത്രം ചെയ്യും. അത് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ആയിരിക്കും. ഇതെല്ലാം നമ്മള് മഴക്കാലത്തേക്കുള്ള പിന്നെ വീടിന്റെ ഇത് നോക്കിതാ. പിന്നെ ഇതിനെ പറ്റിയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പം എനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. മെയിനായിട്ട് ഉണ്ടോ ഇതുപോലത്തെ ഒരു ഒക്കെയാണ് നമ്മൾ ഈ കൊല്ലം നമുക്കൊന്നും മെയിൻ്റെ മണി എടുക്കാനൊന്നും പറ്റിയില്ല. കാര്യം എൻ്റെ സാഹചര്യം ഇങ്ങനെയായി. എനിക്കാണെങ്കിൽ ഒന്നും അതിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് നാട്ടിൽ ഇന്നലെ വരെ ഞാൻ എപ്പോഴും ഒരു അപവാദം, എനിക്ക് സോഷ്യൽ മീഡിയ 50,000 രൂപയാണ് വരുമാനം. 50,000 രൂപ എനിക്ക് സത്യം പറഞ്ഞ കരത്തിൽ വരുന്നുണ്ട് പറയുമ്പോൾ. ഇങ്ങനെ ഈ വീട് പോലും ഇതാക്കാൻ 50,000 രൂപ കിട്ടിയിട്ട് ഉള്ള ഒരവസ്ഥ. ഈ 50,000 രൂപ വരുമാനം കിട്ടുന്ന ഞാൻ ചെയ്യാതിരിക്കും. ഇതിപ്പോ കേൾക്കാതിരിക്കുമ്പോ പറയാതിരിക്കാൻ വയ്യ. ഞാൻ തന്നെ വന്ന് റിയാക്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മനേട്ടൻ മനസ്സിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് എനിക്കത് ധൈര്യമായിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. ആ പ്രഷർ അറിയിക്കുന്നുണ്ട്. 50,000 രൂപ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഞാൻ ഉള്ള ഇത് എന്റെ വീടിന്റെ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അപവാദമൊക്കെ കേൾക്കേണ്ടി വന്നു. അപ്പൊ എന്തായാലും കേട്ടോണ്ട് ഞാൻ പറയുവാണ്. അത് ആര് പറഞ്ഞു? നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞാണ് അറിവ്. വേറെ ആളെന്നോട് ചോദിച്ചാൽ അല്ല, ആള് പറയുന്നത് നോക്കണ്ട രഘു. നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ്, നമ്മുടേതായ ജീവിതം അല്ലെ. രഘുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ രഘുവിനെ തേടി വന്നില്ല. നമ്മളെ രഘുവിനെ തേടി വരുന്നു. രഘുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. രഘുവിനെ എന്താണ് രഘു എന്ന് അറിയുന്നത് നമുക്കറിയാം. ആ രഘുവിന്റെ കൂടെ നമ്മളെപ്പോഴും ഉണ്ട്. എപ്പോൾ ഇവിടെ കണ്ടാൽ ഞാൻ രഘുവിനോട് മിണ്ടാതെ ഒന്ന് കൈ പൊക്കി കാണിച്ചിട്ടെങ്കിൽ പോകാത്ത ദിവസം ഉണ്ടോ? എപ്പോഴായാലും എത്ര തിരക്കായാലും എവിടെ നിന്നായാലും. അപ്പൊ നമുക്കതുപോലെയുള്ള ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ എന്തായാലും വീടിന്റെ പുറം കണ്ടു. നമ്മുടെ വീടും കൂടെ എല്ലാവരും പ്രേക്ഷകരൊന്ന് കാണുന്നു. നമുക്ക് രഘുവിന്റെ വീടിന്റെ അകത്തോടെ ഒന്ന് കയറി നോക്കാം. വീടിന്റെ അകത്തോടെ കയറി നോക്കി ഇങ്ങനെയാണല്ലോ ഇതൊക്കെ ഒന്ന് കാണിച്ചു. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യൊക്കെ ചെയ്തത് പോയില്ല. പിന്നെ എനിക്കായിട്ട് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കൊല്ലം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം താരമാറായി. ഇത് വരച്ചു തന്നാണ് നമ്മുടെ വെള്ളാറുള്ള ചേട്ടായി. പിന്നെ ഇതെന്റെ മുറി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതെന്റെ മുറി. നമ്മളൊക്കെ നിലത്ത് അടുപ്പതാ. നിലത്ത അടുക്കും. നമുക്ക് കട്ടിലൊന്നുമില്ല. ഇതെന്റെ സ്വന്തം പറയുക ഇത് മാത്രം. ഒരു പിന്നെ ഫോണും ഞാൻ കാണിച്ചു തരാം. ഫോൺ എടുത്തിട്ട് വരാം. ഫോൺ ഞാൻ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് ഇവിടെയാണ് രഘു കിടക്കുന്നത്. ശരിക്കും നിലത്ത് കിടക്കുന്നത്. കട്ടിലോ ഒന്നുമില്ല. അപ്പോ ക്ലാരിറ്റി ഉണ്ടോ? ലൈറ്റ് ഇടണോ? ഇതുണ്ടോ? 2 കൊല്ലം കഴിഞ്ഞ സാധനം. നമ്മള് തലയിൽ വെച്ച ഉറുമ്പായിരിക്കും, തല വെച്ച അങ്ങനെ വെച്ചാൽ നിലത്താലും വീഴുമ്പോൾ ഞാൻ കാലുകൊണ്ടെല്ലാം തടഞ്ഞിട്ട് ഇത് ഈ സ്ഥാനം കൊണ്ടാണ് എന്റെ വീഡിയോ മൊത്തം. എവിടുന്ന ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വെക്കും. ഇവിടെ തെളിച്ചാൽ എനിക്ക് ഇത് തുറന്നിട്ട് ഇവിടുന്നാണ് പറയുന്നത് എടുക്കുന്നതും. പിന്നെ അല്ലാതെ ചിലതിനൊക്കെ അമ്മാന്റെ മോളുണ്ട്, അത് വരുമ്പോ ചിലരൊക്കെ അവരെ ഞാൻ വിളിക്കും. അങ്ങനെയാണ് ചിലതൊക്കെ പുറത്തുനിന്നില്ലാതെ എടുക്കുന്നത്. പിന്നെ ഇതെന്താണ് മാറി? ഇതൊന്നും തോന്നുന്നു കാണിക്കേണ്ട കാര്യം ഉണ്ടാവും. ഇതൊക്കെയാണ് നിങ്ങൾ വന്ന് എനിക്ക് ഇപ്പൊ ഇത്രയൊക്കെ ഇവിടെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ എന്തായാലും നമ്മളൊരു അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പാകത്തെ ഗുളികയൊക്കെയാണ് ഇതിന്റെ അടിയിൽ. ഇതൊരു മുറി. ഇതാണ് നമ്മള് അത് കിച്ചൺ ആക്കാൻ പ്ലാൻ ചെയ്തത്. കൊണ്ടുവരാൻ വേണ്ടി പിന്നെ നമ്മളത് പിന്നെ അത് ഒഴിവാക്കി. പിന്നെ വേറെ കൂട്ടിയെടുത്തു. അവിടെയുള്ള അവസ്ഥ കാണിച്ചുതരാം. ഇവിടെ ഒന്ന് നോക്ക്. ഇവിടെ അടക്കം മൊത്തം ചോർച്ചല്ലേ. ഇവിടെയൊക്കെ ഇപ്പൊ ഇങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്താ പറയുന്നതിന് വിഷമമുണ്ട്. ചോറിന് ശരിക്കും വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ശരിക്കും ചോർച്ചയുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ശരിക്കും കാണാം. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ. ഇതാണ് ഇവിടെ ഞാൻ പറയാറുണ്ട്. പരിമിതികളിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട്. എടുക്കാൻ എനിക്ക് സാധിക്കാറില്ല. രഘുവിന്റെ അടുക്കളയും പാചകമൊക്കെ കാണിക്കുന്നത് ഇവിടെ നമ്മള് ഇവിടെ നിന്നാണ് കാണുന്നത്. ഇതിപ്പോ ചായക്ക് വെച്ചിട്ടാണ്. ചായ അപ്പൊ ഞങ്ങൾക്ക് മാത്രമേ വെച്ചുള്ളൂ. മലയാട്ടം വരുന്നപ്പോ അറിയുവാണെങ്കിൽ മലയാട്ടത്തിൽ അങ്ങനല്ല. മലയാട്ടിൽ തരുന്നല്ല ഞാൻ പറഞ്ഞു. കടികള് ചായ മതി. കടികളൊക്കെ നമ്മൾ മേടിക്കണമല്ലോ. ഒന്നും വേണ്ട. എന്തിനു നമുക്ക് ചായ മാത്രം പോലെ ഈ ചായ മാത്രം മതി. വേറെന്താ വേണ്ടേ? ചായ മതി. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ട് ഇപ്പൊ വിറക് കത്തിച്ച് ചായ വെച്ച കുടിച്ച കാലം മറന്നില്ല. നമുക്ക് സ്റ്റൗ ഇല്ല കേട്ടോ.
അതും കൂടെ പറഞ്ഞേക്കാം. വിറക് സ്റ്റൗ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പ്രേക്ഷകര് പറയും സ്റ്റൗ അമ്മയ്ക്ക് പൊതുവെ ഇഷ്ടമല്ല, നമുക്ക് പേടിയുള്ള കൂട്ടത്തില മിക്സി പോലെ ഇറക്കാറില്ല. അതുകൊണ്ടാണ് കറികളുടെ പണി മൊത്തം ഞാൻ ചെയ്യേണ്ടി വരുന്നത്. അതാണ് അങ്ങനെയാണ് ആ പാചകത്തിന്റെ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ അതങ്ങനെ പിന്നെ നമുക്ക് വിഷയമില്ലാതായി. പിന്നെ ചോറും അമ്മ വെക്കുന്നതാണ്. അതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് 1.5 മിനിറ്റ് കൊണ്ട് കിട്ടുന്നത്. അതിനുള്ളിൽ എനിക്ക് എല്ലാം പറഞ്ഞെത്തിക്കാനും പറ്റുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. പിന്നെ ഇവിടെയാണ് ഏറ്റവും നല്ല നമുക്ക് ഇവിടെ പൈപ്പിലെ വെള്ളമല്ല നമ്മൾ കോരിക്കൊണ്ട് കണ്ടു കാണാൻ നമ്മൾ എപ്പോഴും നല്ല വെള്ളം കൊണ്ടുവരും. ഇതുണ്ടോ ഭദ്രമായിട്ട് ഈ വെള്ളമാണ് നമ്മൾ ചോറ് വെക്കാനും കൊണ്ടുവന്നിട്ട് തല ഇതോട് കൊണ്ടുവരണം. പിന്നെ ഇതുണ്ട് ഇവിടെ കിടക്കുന്ന അവസ്ഥ നോക്കൂ. കണ്ടോ ഇവിടെ ഏകദേശം ആ പറഞ്ഞ എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ പണി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് തുണിയൊക്കെ ഇടാം മഴക്കാലത്ത്. അങ്ങനെയൊക്കെ മുമ്പിലും ഇത് പുറകുവശം അല്ലേ. വെള്ളം ഒഴുകി വരുന്നുണ്ടാ ചോർച്ചയുണ്ടല്ലേ. ഇതാണ് രഘു പറയുന്ന അമ്പലം അല്ലേ. ഇത് അടുത്തല്ലേ. ഇതാണ് തറവാട് ക്ഷേത്രം തെയ്യങ്ങളൊക്കെ കിട്ടുന്ന അടുത്ത് തന്നെ അല്ലേ അമ്പലത്തിന്റെ. അതുകൊണ്ട് ആ ഒരു പ്രത്യേക ചൈതന്യം എന്തായാലും ഉണ്ടാവും. പിന്നെന്താ എല്ലാം നമ്മൾ കൊണ്ടാടുന്നതാണ്. വർഷത്തിൽ തെയ്യവും അടിയന്തരൊക്കെ അല്ലേ. ഓക്കെ രഘു, എന്നാ പിന്നെ കണ്ടതിന് ഒരുപാട് സന്തോഷം. പിന്നെ മലയാട്ടിനെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഞാൻ മുമ്പോട്ട് വരട്ടെ, അതൊക്കെ ഞാൻ പറയാം. അല്ല മലയാട്ടിനെ കുറിച്ചും പറയണമല്ലോ. മലയാട്ടിന് ആരാന്ന് പ്രശ്നം. ഇതൊരു റൂമാണ്, അതൊന്നും കാണിച്ചില്ല. മനയാട്ടൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. മനയാട്ടൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഫിലിമിനുണ്ട്, നാത്താൻ കേസുകൂട് എന്ന് പറഞ്ഞൊരു. അതന്നെ എനിക്കറിയാവുന്നത് ആ ഫിലിം. പിന്നെ ബാക്കി മനയാട്ടൻ തന്നെ പറയട്ടെ. ഞാൻ പരിചയപ്പെടും പറഞ്ഞാൽ മതി. അല്ല എനിക്ക് ബാക്കി അതാന്ന് പ്രണയവിലാസം, കുറിപ്പ്, ഉൾട്ട ജനഗണമന, അന്തർദിമൻ, രേഖ, കുറച്ച് സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇവിടെ വന്നപ്പോഴേ മിമിക്രി ആക്കിയിട്ടാണ് അങ്ങനെ ഞാനെന്തോ വരായിപ്പോയി. അങ്ങനെയാണ് നമ്മുടെ ഇത്ര ഉള്ളു. ഇത്ര ഒന്നും വന്നതുകൊണ്ട് എനിക്ക് ഇത്രയും പറയാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഇത് പലർക്കും സംശയങ്ങളിരിക്കും എപ്പോഴും പല ഇപ്പം തന്നെ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം. ഒറ്റക്കാരാണോ അങ്ങനെയല്ല. 50,000 വരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വരുമാനം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടെങ്കിൽ എന്തായിരുന്നു. അപ്പൊ അത് അറിയാതെ കേൾക്കാനും പറയരുത്. അത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും സത്യാവസ്ഥ അറിഞ്ഞിട്ട് പറയുക. കിട്ടിയാൽ ഞാൻ എന്തായാലും എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും അറിയും. പറയാൻ എനിക്ക് അതെ. നമ്മള് ഒരു 6 മാസം കഴിഞ്ഞോണ്ട് മോണിറ്റൈസ് ഇത് ചെയ്തിട്ട് പൈസ. അപ്പം അതിനെന്തോ കംപ്ലീറ്റ് ആവാൻ മോണിറ്റൈസേഷൻ തന്നെ എന്തോ അത് കംപ്ലീറ്റ് ആവാനുണ്ട്. അത് കംപ്ലീറ്റ് ആയി അത് ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആയെങ്കിലേ ഇൻകത്തിന് അർഹത നമുക്കാവും. അപ്പൊ അങ്ങനെ കുറെ കിടക്കുന്നുണ്ട്. അത് അറിയാതെ നമ്മൾ ഈ കിടന്ന് ചിലച്ചിട്ട് പറയുമ്പോ എല്ലാവരും എന്നോട് വന്ന് ചോദിക്കില്ല. ഇന്നലെ ചോദിച്ചപ്പോ ഞാൻ സത്യം പറഞ്ഞ കണ്ണും പിടിച്ചു. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ അതിന്റെ പറയാനുള്ളൂ. നമ്മൾ വിശ്വസിക്ക് അല്ലെങ്കിൽ വിശ്വസിക്കണ്ട, അത്രേ പറയാനുള്ളൂ അതിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഫാദറിന്റെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അമ്മ പണിക്ക് പോയിട്ട് വരാനുണ്ട്. ഇനിയിപ്പോ അമ്മനോട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ വേറൊന്നും കാണിക്കാനില്ല ഇവിടെ. പിന്നെ രഘുവിന്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർ രഘുവിന്റെ പൂച്ച, ചെടിച്ചട്ടി എല്ലാ ആൾക്കാരും കാണുന്നതല്ലേ. ചെടിയൊന്നുമില്ല. ഇതൊക്കെ ഞാൻ മേമ്പടുത്തുന്ന ഇത് കൊല്ലം കിഴങ്ങ് മുളയ്ക്കുന്നു. ഡാലിയ എന്ന് പറഞ്ഞിട്ട് വീടുകളൊക്കെ കാണിക്കലുണ്ട്. ഇതെല്ലാം ഡാലിയ തന്നെ. ഇത് പല വെറൈറ്റി കളർ. ഇതിപ്പോ റോസ് പൂ വന്നോണ്ടിരിക്കുന്ന റോസ് ഇതുണ്ട്. നല്ല അടിപൊളി പൂ വരുന്നുണ്ട് കേട്ടോ റോസിന്. പൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വേനലില് ഇത് ഈ കൊല്ലം പോലെ നമുക്ക് ആശ്വാസമായി. അതായത് വല്ല ചുമടില്ലാതെ കിട്ടാൻ തുടങ്ങി. കഴിഞ്ഞ മഴ നിന്ന സമയത്ത് വന്നു. കഴിഞ്ഞ മഴ കൂടിയായിരിക്കും. നല്ല ഒരു ആച്ചുണ്ടായിരുന്ന സമയത്ത് പിന്നെ അവിടെ നമ്മൾ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ആദ്യമായിട്ട് അത് ഞാൻ വീഡിയോ ഒരു കണ്ടന്റ് ആക്കണം വിചാരിച്ചാൽ ഭാഷം പ്ലോട്ട് ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് അതിന്റെ ഉണ്ടായിട്ടുണ്ട്. അതിനെ കാണിച്ചു ഉണ്ടായിട്ടുണ്ട്. പഠിച്ചിട്ടാ
അതെല്ലാം എന്തിനാ കാണിക്കുന്നു? അവരുടെ പറമ്പിൽ കിടക്കുന്നു. ഇതുണ്ടോ? ആ ഈ പിടിച്ചു വരുന്നുണ്ട് ആ ഞാനൊരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് വിചാരിച്ചാ. ഇതല്ലേ പാഷൻ ഫ്രൂട്ട് 2 പിടിച്ചിട്ടുണ്ട്. നല്ല ഔഷധ ഗുണമുള്ള സാധനം. ഭയങ്കര ഡിമാൻഡ് സാധനമല്ലേ? ഇതൊക്കെ അതിന്റെ കുറെ ഉണ്ട് പറഞ്ഞു തരാനല്ല. കായ്കൾ പിടിച്ചു വരുന്നുണ്ട്. അപ്പൊ ഓക്കെ രഘു, ആ അപ്പൊ എന്തായാലും ഇവിടെ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ തന്നെയാ. അത് അലക്ക് തന്നെ അങ്ങോട്ട്. പക്ഷെ ഇത് നമ്മുടെ അല്ല. ഇത് നമ്മുടെ അല്ല. ഇത്ര അങ്ങോട്ട് നമ്മുടെ അല്ല. വേറെ സ്ഥലം അല്ലേ? നമുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അത് വേറെ ഇപ്പൊ പെൻഡിങ് എന്തോ ആയി കിടക്കണം. അതെയല്ലേ? അപ്പം നമ്മൾ അത് നമുക്ക് ഇപ്പൊ പറയുന്നതുകൊണ്ട് നമുക്ക് ഇതൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മളിപ്പം ഇടയ്ക്ക് നമുക്കത് ഉപകാരമായി. നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ രഘു എന്നാ പിന്നെ ആയിക്കോട്ടെ. രഘുവിന്റെ കൂടുതൽ പുതുമയുള്ള വിശേഷങ്ങൾ വാർത്തകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ രഘുവിന്റെ സ്വന്തം മനോജേട്ടൻ. ഓക്കെ.